ഹായ് ഓൾ, ഞാൻ പ്രീസ്ലി ശ്യാം, ഡയറക്ടർ കോംബോ സ്കൂൾ ഓഫ് സിവിൽ സർവീസസ്. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്കായി PSC ഒരുക്കിയിരിക്കുന്ന ഒരു സുവർണ അവസരത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഈ കഴിഞ്ഞ 25-ാം തീയതി എല്ലാ അഭ്യൂഹങ്ങളും നീക്കി PSC കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പൂർണ്ണ രൂപം എങ്ങനെയെന്ന് ഉള്ള വാർത്ത പുറത്ത് വിട്ടിരിക്കുകയാണ്. 25-ാം തീയതി വന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം നോട്ടിഫിക്കേഷൻ മാർച്ച് 7-ന് പുറത്തിറങ്ങും. അതുപോലെ തന്നെ പരീക്ഷ, അതിൻ്റെ പ്രാഥമിക പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ ജൂൺ 14-നും മെയിൻസ് പരീക്ഷ ഒക്ടോബർ 17-18 ദിവസങ്ങളിലും നടത്തും എന്ന് PSC വ്യക്തമാക്കിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അഭിമുഖ പരീക്ഷ ഇൻ്റർവ്യൂ 2026 ജനുവരിയിലും അതുപോലെ ഫൈനൽ ലിസ്റ്റ് 2026 ഫെബ്രുവരി 16-ാം തീയതി പുറത്തിറക്കും എന്ന് PSC വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സോ മികച്ച അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾക്ക്. നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് അവസരം. ഒന്ന്, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം 3 സ്ട്രീമിലുള്ള ആൾക്കാരെയായിരുന്നു ഈ പരീക്ഷയ്ക്കായിട്ട് PSC വിളിച്ചിരുന്നത്. അതിനകത്ത് ഒന്ന് സാധാരണ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും, അതുപോലെ രണ്ടാമത്തെ സ്ട്രീമിൽ വരുന്നത് അറ്റ് പ്രസൻറ്റ് കേരള ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി, അതുപോലെ മൂന്നാമത്തത് 50 വയസ്സിന് താഴെയുള്ള ഗസറ്റഡ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി. അങ്ങനെ 3 സ്ട്രീമിലായിട്ടാണ് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ, അതായത് 2019 ഇറങ്ങിയ നോട്ടിഫിക്കേഷനിൽ PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് PSC വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ സ്ട്രീമിലുള്ള ആൾക്കാരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സിനും 32 വയസ്സിനും ഇടയ്ക്കും, അതുപോലെ രണ്ടാമത്തെ സ്ട്രീമിലെ ആൾക്കാർക്ക് 21 വയസ്സിലും 40 വയസ്സിനും ഇടയ്ക്കും, മൂന്നാമത്തെ സ്ട്രീമിലുള്ളവർക്ക് 50 വയസ്സിൽ താഴെയുള്ളവർക്കുമാണ് ഈ അവസരം ഉണ്ടായിരിക്കുക. അപ്പം വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ അല്ലേ? ജൂൺ 14 എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കടമ്പ കടക്കാൻ പറ്റും. അതായത് കേരള PSC ഒരുക്കുന്ന ഏറ്റവും ഉന്നതമായ പോസ്റ്റിലോട്ടുള്ള ഒരു അവസരമാണിത്. ഒരു കാരണവശാലും പാഴാക്കി കളയരുത്. തീർച്ചയായിട്ടും മാർച്ച് 7-ലെ നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുകയും വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അതിനായി കോംബോ സ്കൂൾ ഓഫ് സിവിൽ സർവീസസ് പുതിയ ബാച്ചുകൾ തുടങ്ങുന്നു. അത് പ്രിലിം കം മെയിൻ ബാച്ചാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അത് ആരംഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാം, അതാണ് ഏറ്റവും നമ്മളെ മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. 100-ൽ പരം ദിവസങ്ങളാണ് പ്രിലിംസ് പരീക്ഷയ്ക്കുള്ളത്. അതിനുശേഷം ഏകദേശം 100 ദിവസങ്ങളാണ് മെയിൻസ് പരീക്ഷയ്ക്കുള്ളത്. അപ്പം ഈ ദിവസങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് പ്രധാനമായിട്ടും നിങ്ങൾ സിലബസ് പോവുക, സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. പിന്നെ ആ സിലബസ് അനുസരിച്ച് NCERT SCERT ബുക്കുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാം. അതിനുശേഷം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ KS-ന് ഒരു പരീക്ഷയും നടന്നിട്ടുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെയല്ല, KS പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സിലബസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് PSC നടത്തിയിട്ടുള്ള ഡയറക്റ്റ് ഡെപ്യൂട്ടി കളക്ടർ പരീക്ഷകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രിപ്പറേഷന് തയ്യാറെടുക്കുക. കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ KS പരീക്ഷയുടെ സമയത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കുന്ന സമയം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല, ടെൻഷനോടുകൂടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യാനായിരുന്നു എൻ്റെ നിർദ്ദേശം. അനുസരിച്ച് ആ കുട്ടി സിവിൽ സർവീസസ് പരീക്ഷയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസും അതുപോലെ ഡെപ്യൂട്ടി കളക്ടർ എക്സാംസിൻ്റെയൊക്കെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് വളരെ ചിട്ടയോടുകൂടി ആ കുറച്ച് ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് ആ വർഷത്തെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്കും ഈ വരുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം, മെയിൻസിനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് SCERT NCERT ബുക്കുകൾ വളരെ വിശദമായിട്ട് വായിക്കുക. അതിനോടൊപ്പം തന്നെ ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും കൂടെയുണ്ട്.
നിങ്ങൾക്ക് കോമ്പസ് സ്കൂൾ ഓഫ് സിവിൽ സർവീസസ് ഒരുക്കുന്ന ബാച്ചുകളുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ പരിമിത ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ നിങ്ങളെ ക്വാളിഫൈ ചെയ്യിക്കാം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് പ്ലാൻ ഞങ്ങൾക്കുണ്ട്. ആ ഡീറ്റെയിൽഡ് പ്ലാൻ അനുസരിച്ച് സിലബസ് വളരെ വ്യക്തമായിട്ട് തീർക്കുകയും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കോച്ചിങ് മൊഡ്യൂൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചുകളിലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വെൽക്കം ടു കോമ്പസ് സ്കൂൾ ഓഫ് സിവിൽ സർവീസസ്. നമുക്ക് ഒരുമിച്ച് ഈ കടമ്പ കടക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.